ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അന്നത്തെ ദിവസം സൺഡേ ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മൺചട്ടികളൊക്കെ കഴുകി ഉണങ്ങാൻ വെച്ചതായിരുന്നു. പിന്നെ ഇതാ നമ്മളിന്ന് പുറത്തുനിന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും രാവിലെ അവർ നേരത്തെ കഴിക്കണമാണല്ലോ. അപ്പം അവർക്ക് ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് തലേ ദിവസത്തെ ക്രാബ് കറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കടലക്കറി ഉണ്ട്. അപ്പം പിന്നെ കുറച്ച് പുട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതുപോലെ തന്നെ കട്ടിപ്പത്തിരിയുടെ മാവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ടിപ്പത്തിരിയും കുറച്ച് ചുട്ട് വെക്കാം, പുട്ടൊന്ന് ചൂടാക്കിയും വെക്കാം, വേണമെങ്കിൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കട്ടിപ്പത്തിരി തന്നെ ഉണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തുള്ള സാംകോലാണ് പോണത്. സാംകോ 8 മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നത് ഫുഡൊക്കെ റെഡിയാവും. അപ്പോൾ ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ അവർക്ക് 10 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചായക്കുള്ള കടിയൊക്കെ നമ്മൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഉപ്പാക്ക് കഴിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഉപ്പാൻ്റെത് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സാംകോയിൽ പോകാണ്ട്. ഇവിടെ മലപ്പുറത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അത് പുതിയതാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് നതുണ്ട്. ഗസ്റ്റ് ഒന്നല്ല, ഹോസ്റ്റ് നദ അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയണത്. അപ്പം നദിയുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ കമ്പനി അയച്ച് അങ്ങനെ പോവാൻ വിചാരിച്ചു. അപ്പം നദിയും പറഞ്ഞു നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും ചെറിയ രീതിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഒരു നെക്സ്റ്റ് രണ്ടാമത്തെ ചായ കുടിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും കൊണ്ടുവരും ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഷെസിനും ഷെയ്സും മുന്നത്താത്താൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. ഒരു തലേ ദിവസം അങ്ങനെ പോയതാണ്. നമ്മൾ അന്ന് വെച്ച ചെടികളൊക്കെ അതാ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളെ വാർഡിൽ 17-ാം വാർഡിൽ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. മറ്റന്നാളെയാണ് കേട്ടോ. അപ്പം ഞങ്ങളെ വാർഡ് മെമ്പർ, മുന്നത്തെ വാർഡ് മെമ്പർ മരിച്ചു, സുഖമില്ലാതെയിരുന്നു. അപ്പോൾ അങ്ങനെ മരിച്ചതിന് ശേഷം ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പം ഇന്ന് കലാശക്കൊട്ടാണ്. അപ്പം അതിൻ്റെ തകൃതിയായിട്ടുള്ള എന്താ പറയുക പ്രചരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ഈ വീഡിയോ ഞങ്ങളുടെ അവിടുത്തെ എലക്ഷൻ നടക്കണ തലേ ദിവസം എടുത്തതാണ്. എലക്ഷൻ്റെ അന്നാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാനിനി റെഗുലറായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഇടണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കിയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ആകെ മൂടൊക്കെ പോയി എഡിറ്റ് ചെയ്യാനും ഒന്നിനും തോന്നണില്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ സാംകോയിൽ എത്തിയിട്ടുണ്ട്. സാംകോയിലെ ഫുഡ് ആദ്യമേ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ റിനോവേറ്റ് ചെയ്തപ്പോൾ മൊത്തത്തിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതാ നമ്മൾ ബീഫ് ചാപ്സും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പൊറാട്ട ഒരു അടിപൊളിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള പൊറാട്ടയും അതുപോലെ തന്നെ ബീഫ് ചാപ്സും ആണ്. നമ്മൾ ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ പോലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മലപ്പുറം കോട്ടപ്പടിയാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പച്ചക്കറി മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റിലേക്കല്ല, പച്ചക്കറി വാങ്ങണം പോണ സമയത്ത്. അത്രേ ഉള്ളൂ, ഡെക്കറേഷനൊന്നും വേണ്ട അല്ലേ. ഇപ്പൊ രാവിലെ തന്നെ പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ കഴിച്ചുകൊണ്ട് ഇന്ന് ലഞ്ചിന് എന്താ ഉണ്ടാക്കണ്ടേതാ അത് പൊതിച്ചോ
അതൊക്കെ നാടൻ ചോറും ഇതൊക്കെ കഴിക്കാൻ ആണ് പൂതി പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഓൾറെഡി അങ്ങനത്തെ ഫാനാണ്. അപ്പോൾ അസ്കറിയാൾക്ക് മുന്നേ ഒരു എന്താണ് മുട്ടപ്പൊതിച്ചോറിൻ്റെ ഒരു കണക്കും കൂടെ തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പൊതിച്ചോറാണല്ലോ വിചാരിച്ചു. മുട്ടപ്പൊതിച്ചോറല്ല കേട്ടോ, പൊതിച്ചോറാണ്. അപ്പം അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ള പൊതിച്ചോറൊന്നല്ല, കുറച്ച് ഐറ്റംസ് മാത്രമുള്ളൊരു പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഷേസനോടും നദനോടും ചോദിക്കായിരുന്നു എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ പൊതിച്ചോറായാൽ മതി എന്നുള്ളതുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്ന് രാവിലെ പോകുമ്പോൾ പുഴയിലൊന്നും അധികം വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ അന്നത്തെ ഒരു രാത്രി കൊണ്ടാണ് ഭയങ്കര മഴയാവലും നമ്മളവിടെയൊക്കെ അടുത്തൊക്കെ വെള്ളം കയറലും അതുപോലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം മാറി. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കലുണ്ടായിരുന്നു നമ്മളൊക്കെ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളെ വീട്ടിൽ വെള്ളം കയറൂല കേട്ടോ, അൽഹംദുലില്ലാ നമ്മളൊക്കെ സേഫ് ആയിരുന്നു, നമ്മളുടെ ഫാമിലിയൊക്കെ സേഫാണ്. ഷേസേൻ അദ്ദേഹം വരുന്ന വഴിയിൽ നദൻ്റെ വീട്ടിലിറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുന്നതാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴും ഉമ്മാക്കും ഉപ്പാക്കുള്ള പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിച്ചു. അവർക്ക് കൊണ്ടുവന്നു കഴിച്ച് ഈ ലഞ്ചിനുള്ള പരിപാടികൾ നോക്കണം. അതിന് മുന്നേ തലേന്നത്തെ കറികളൊക്കെ ഉള്ളതൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒഴിഞ്ഞു. അപ്പം ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് എന്നിട്ട് ലഞ്ചിനുള്ള പരിപാടി നോക്കായിട്ട് ലഞ്ചിന് മീൻ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഓംലേറ്റ് അതുപോലെ ചമ്മന്തി ഉപ്പേരി ഒക്കെ റെഡിയാക്കാനുണ്ട്. പാത്രം കഴുകണതിൻ്റെ സൗണ്ടിൽ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലോ തോന്നുന്നു. ഞാൻ പറഞ്ഞത് മീൻ മസാല തേച്ചുണ്ട് ഫ്രിഡ്ജിൽ, അതുപോലെ ഇനി ഓംലേറ്റും ചമ്മന്തിയും ഉപ്പേരിയൊക്കെയാണ് ഉണ്ടാക്കാനുള്ളത് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. ഒരു റൗണ്ട് ക്ലീനാക്കി കഴിഞ്ഞു, ഇനി വൃത്തികേടാക്കാം, എന്നിട്ട് പിന്നെയും ക്ലീനാക്കാം, അതാണ് പരിപാടി. സവാളൻ്റെ ബാസ്ക്കറ്റിലേക്ക് നോക്കിയപ്പോഴാണ് സവാള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറന്നത് ഓർത്തത്. അപ്പോൾ എന്തായാലും അന്നത്തേക്കുള്ളതുണ്ട് കേട്ടോ, അന്ന് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റെഡിയാക്കാനുള്ളത് ബീറ്റ്റൂട്ട് തോരനും ഓംലേറ്റും പിന്നെ മാങ്ങാ ചമ്മന്തിയാണ്. ഇപ്പോൾ ബീറ്റ്റൂട്ട് ഫുഡ് പ്രോസസ്സറിലിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, അതാണ് ഈസി. ഈ ബർണർ നമ്മൾ ഗണ്ണ് വെച്ചിട്ടേ കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ, സാധാരണ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ട് തോരൻ ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഓംലേറ്റിനുള്ള സവാളയും കട്ട് ചെയ്തെടുക്കണം, അതുപോലെ തന്നെ മാങ്ങാ ചമ്മന്തിയൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ തോരൻ അവിടെ റെഡിയായി.
മാങ്ങൻ്റെ തൊലി ചെത്തിയപ്പോഴാണ് കേട്ടോ മാങ്ങ ചെറുതായിട്ടൊന്ന് ചെനച്ച് വന്നിട്ടുണ്ട്. എന്നാലും ഇതുകൊണ്ടും ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉണക്കമുളക് ചുട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം കുറച്ച് ഉണക്കമുളകും മാങ്ങയും ഉള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ ചെനച്ചതായതുകൊണ്ട് തന്നെ ഇതുപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുക്കുക. അപ്പം ചമ്മന്തി സെറ്റായി. ഇനി നമുക്ക് ഓംലെറ്റ് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് പച്ചമുളക് ഇങ്ങനെ ഇടുമ്പോഴാണ് ഓംലെറ്റിന് ഒരു രസമല്ലേ. കുരുമുളക് ഇടുന്നതിനേക്കാളും എനിക്കിങ്ങനെ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ ഇഷ്ടം. എന്നിട്ട് ഓംലെറ്റിലുള്ള ആ ഒരു പച്ചമുളക് കടിക്കും കൂടെ ചെയ്യുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇനി എല്ലാവർക്കുള്ള ഓംലെറ്റ് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കട്ടെ. അതിനിടയിൽ ഇവിടെ ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചട്ടിയിൽ തന്നെ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കണം. പൊതിച്ചോറ് പൊതിയാക്കി വെച്ച് കഴിഞ്ഞാലാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് നേരം വെക്കണമല്ലോ. അപ്പോൾ ഞാൻ വാഴണ്ടല വെട്ടിക്കൊണ്ടുവരട്ടെ. അപ്പം ഉമ്മ ഇൻസുലിൻ അടിച്ചിരുന്നു കേട്ടോ. അപ്പം അമ്മക്ക് പൊതിച്ചോറാക്കണ്ട, ഇലയിൽ ചോറ് തന്നാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഇല ഇട്ടിരുന്നതാണ്. അപ്പം നമ്മളുടെ പൊതിച്ചോറാക്കട്ടെ. ഉപ്പയും ഉമ്മയും അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ട്. പൊതിച്ചോറിൽ അച്ചാർ മസ്റ്റാണല്ലോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മറിയംബീസ് പിക്കിളാണ്. മറിയമ്പിൻ്റെ പൈനാപ്പിൾ പിക്കിളും അതുപോലെ തന്നെ ബീഫ് പിക്കിളും ആണ് കേട്ടോ. രണ്ടും ഞാൻ പൊതിച്ചോറിൽ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ അച്ചാർ. എസ്പെഷ്യലി പൈനാപ്പിൾ പിക്കിളാണ് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങി നോക്കുക. അപ്പോൾ ബീട്രൂട്ട് തോരനും ഓംലേറ്റും ചമ്മന്തിയും അച്ചാറും മീൻ ആവശ്യമില്ലാത്തവർക്ക് മീൻ വെച്ചിട്ടില്ല. എനിക്കും അതൊക്കെ ഒന്നും മീൻ വേണ്ട. അപ്പോൾ ഞങ്ങൾ ഓംലേറ്റ് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ബീട്രൂട്ട് തോരൻ കാണുമ്പോൾ നല്ല രസമാണല്ലോ പൊതിച്ചോറിൽ കാണുമ്പോൾ. അപ്പോൾ അതാണ് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയത്. പിന്നെ ഇത് പൊതിയണ ഒരു സ്റ്റൈലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വാഴണ്ടല വാട്ടിയതിന് ശേഷമാണ് വാട്ടിയിട്ട്
ആണ് പൊതിഞ്ഞത്. അതിനുശേഷം പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിയാണ്. അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ നല്ല നീറ്റായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ മുന്നേ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം വാഴണ്ടലയിൽ പൊതിഞ്ഞതിന് ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പർ 2 മടക്കായിട്ട് തന്നെ എടുക്കണം. അതിനുശേഷം ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. 2 സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇനി അപ്പുറത്തെ സൈഡും ആക്കി കൊടുക്കണം. എന്നിട്ട് ഈ അടിയിലെ ഭാഗവും അതുപോലെ തന്നെ ഉള്ളിലേക്കാക്കുക. അപ്പോൾ നമുക്കതിന് കയറുകൊണ്ട് കെട്ടാനോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എത്ര സമയം വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ എത്ര ഇളക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. അങ്ങനെ ഞാനും വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇതാ നമ്മളുടെ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നല്ല കുശാലായിട്ട് പൊതിച്ചോറൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷെയ് കുറച്ച് ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചായയിലേക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ കറക്റ്റ് സമയത്താണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ ഷെസിനോട് പോയി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഒരു പാർസൽ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ 2 പൊതി ഇങ്ങോട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ ചായ കുടിക്കുന്ന സമയം ഏകദേശം ഷെയ്ക്കറിയാം. അപ്പോൾ കറക്റ്റ് സമയത്താണ് അവൾ വിളിച്ചതും. അപ്പോൾ ഞങ്ങൾ ചായ ഇട്ടിങ്ങനെ ഞാനും അസ്കർക്കും കുടിക്കട്ടെ വിചാരിച്ചിട്ട് നിന്നപ്പോഴാണ് വിളിച്ചത്. അപ്പം ഞങ്ങൾക്ക് കഴിക്കാനായി. ഞാൻ എൻ്റെ ഒരു ഡിന്നർ ആ ഒരു സമയത്താണ് കേട്ടോ കഴിക്കാറ്. അതുകൊണ്ട് ലാവിഷായിട്ട് തന്നെ ഡിന്നർ ആക്കാൻ പറ്റി. അസ്കർഖാൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണെന്ന് ഇത് എപ്പോഴും ഞാൻ വ്ളോഗിൽ പറയണതാണ്. അപ്പോൾ ഞാൻ അസ്കർക്ക് അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഞാനും അവിടെ പോയിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും വയനാട് മുണ്ടക്കയിൽ നടന്നിട്ടുള്ള ഈ ഒരു ദുരന്തത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. നമ്മൾ ഓരോ വീഡിയോസും റീൽസൊക്കെ കാണുമ്പോഴും ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് സഹായം ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.